ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദ്, എന്റെ സംശയം, ഈ വദിയും മദിയും ഇത് രണ്ടും നജസാണല്ലോ. അപ്പൊ ഒരാൾ നിസ്കാരത്തിന് ശേഷമാണ് അവന് വദിയും മദിയും കണ്ടതെങ്കിൽ അവന്റെ നിസ്കാരം അവൻ ബാത്തിലാണോ, അത് മടക്കി നിസ്കരിക്കണോ? ചോദ്യം, അതിൽ കുറച്ചാണെങ്കിൽ അതിന് പിന്നെ വദിയും മദിയും മാഫുണ്ടോ ഇല്ലേ? വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇല്ല ഇല്ല ഇല്ല, അതിന് മാപ്പില്ല. മനസ്സിലായില്ലേ? രക്തം തുടങ്ങിയ നജസുകൾക്കാണ് മാപ്പ് ബാധകമാകുന്നത്. എത്ര കുറച്ചാണെങ്കിലും ദേഹത്തിലോ വസ്ത്രത്തിലോ മതിയോ വതിയോ മൂത്രമോ മലമോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാതെ നിസ്കരിച്ചത് കൊണ്ട് കുറ്റം കിട്ടൂല, നിസ്കാരം സഹിയാവൂല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഹറാമിന്റെ കുറ്റമുണ്ട്, നിസ്കാരം സഹിയാവൂല. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ രണ്ടാമത് കഴുകി വൃത്തിയാക്കി വുദൂ ചെയ്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. നേരത്തെ നിസ്കാരം സഹിയായിട്ടില്ല. ഓക്കെ. അതായത് മതി പുറപ്പെട്ടാലും മൂത്രം പുറപ്പെട്ടാലും വതി പുറപ്പെട്ടാലും ഒക്കെ വുദൂ മുറിയും. വുദൂ മുറിഞ്ഞാല് പിന്നെ രണ്ടാമത് വുദൂ കൊടുക്കണമല്ലോ. അതോടുകൂടി ദേഹത്തിലോ വസ്ത്രത്തിലോ ഇതായാൽ മൂത്രവും കാഷ്ടമൊക്കെ ആയതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കൽ നിർബന്ധവുമാണ്. നിസ്കരിക്കുമ്പോൾ അത് അറിയാതെ ചെയ്തു, നിസ്കരിച്ചു പോയി. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യത്തെ നിസ്കാരം സഹിയായിട്ടില്ല എന്നുള്ളൂ. അറിയാതെ സംഭവിച്ചതുകൊണ്ട് ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ സഹിയാവൂല്ല, ഹറാമിന്റെ കുറ്റവും ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ വതിയും മതിയും ആൾക്ക് തിരിഞ്ഞു കാണും എന്ന് മനസ്സിലാക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കണം. എന്താ സാധനം എന്ന് ആദ്യം മനസ്സിലായോ? മനിയല്ല. എന്നാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഉഷ്ണ സമയത്തോ ശരീരം ക്ഷീണിച്ച സമയത്തോ ഒക്കെ ചിലപ്പോൾ മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് വതിയ് എന്ന് പറയുന്നത്. അതിന് മൂത്രത്തിന്റെ അതേ വിധിയാണ്. മറ്റേത് വികാരത്തിന്റെ, ലൈംഗിക വികാരത്തിന്റെ തുടക്കത്തിൽ ലൈംഗിക അവയവത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് മതിയ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ വല്ലതും പുറപ്പെട്ടാൽ വുദൂ മുറിയുന്ന പണ്ട് പഠിച്ചതാണ്. അപ്പം വതി പുറപ്പെട്ടാലും മതി പുറപ്പെട്ടാലും രണ്ടായാലും വുദൂ മുറിയും. പിന്നെ അത് മൂത്രം പോലെ നജസാണ്. ദേഹത്തിലോ വസ്ത്രത്തിലോ ആയാൽ എത്ര കുറച്ചാണെങ്കിലും കണ്ണുകൊണ്ട് കാണാവുന്ന അത്ര ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്. അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. അപ്പം മടക്കി നിസ്കരിക്കണം.